100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെടുത്ത ട്രേഡും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. സമയം 3 മണി കഴിഞ്ഞ്. ഇന്നൊരു ട്രേഡാണ് എടുത്തത്, ഒറ്റ ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. രാവിലെ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ആ ടൈമിലാണ് എൻട്രി എടുത്തത്. ഒരു അപ്സൈഡ് എൻട്രി ആണ്. ഇനി അത് അവിടെ തന്നെ SL അടിച്ച് അതിനുശേഷം കുറച്ചുകൂടെ താഴേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മേലെ പോയി. അതിനുശേഷം ഉച്ച വരെ 3 മണി വരെ എൻ്റെ സെറ്റപ്പ് പ്രകാരമുള്ള ഒരു ലിക്വിഡിറ്റിയും മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒന്നും ഈ ഒരു ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റിയോ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന പറയാം, ഒരു സപ്പോർട്ട് പോലുള്ള ഒരു ഏരിയ ആണിത്. പക്ഷേ അത് എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഒരു പ്രോപ്പർ ഏരിയ അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഒരു അപ്സൈഡ് എൻട്രി കൺസിഡർ ചെയ്തിട്ടില്ല. വേറെ ഏരിയാസ് ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ആകെ ഈ ഒരു എൻട്രി മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഫ്ലാറ്റ് റേറ്റിൽ കാണിച്ചു തരാം. ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് അത് SL അടിച്ച് ഇതിൽ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. 9:22 9:23 എക്സിറ്റ് അടിച്ചല്ല, സ്റ്റോപ്പ് ലോസ് അടിച്ച് ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. അതിൽ ഇവിടെ ടൈം നോക്കിയാൽ മനസ്സിലാവും. 22:51 എടുത്തിട്ട് 23:08 എക്സിറ്റ് ആയത്. അതായത് ഒരു 10-20 സെക്കൻഡ് 30 സെക്കൻഡ് ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അത്രയും കുറഞ്ഞ എടുക്കലും അടിക്കലും ഒക്കെ പെട്ടെന്നാണ്. ഇനി SL 1 മിനിറ്റിൽ പോയിട്ട് നമുക്ക് ടൈം ഒന്ന് നോക്കി നോക്കാം. എൻട്രീൻ്റെ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ എക്സിറ്റ് അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഈ ക്യാൻഡിൽ എൻട്രി എടുത്ത് 23 SL അടിച്ച് ഈ ഒരു ടിപ്പിലാണ്. ഈ ടിപ്പിൽ SL അടിച്ചതിന് ശേഷം ഇങ്ങനെ മേലെ കയറാൻ തുടങ്ങി. അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് മേലെ പോയി ടാർഗറ്റ് അടിക്കാനുള്ള പോക്കായിരിക്കും. കാരണം SL അടിച്ച് കഴിഞ്ഞല്ലോ, ഇനി പോകാമല്ലോ. പക്ഷേ അത് കുറച്ച് മേലെ കയറി അതേപോലെ തന്നെ തിരിച്ച് വന്നിട്ട് SLൻ്റെയും താഴേക്കൊക്കെ പോയി നല്ല രീതിയിൽ താഴേക്ക് പോയതിന് ശേഷം പിന്നെ താഴേക്ക് വന്നില്ല. പിന്നെ കുത്തനെ മേലേക്ക് തന്നെ കയറി അങ്ങ് പോയി. പക്ഷേ വേറെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേ എൻട്രി ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്നതിന് പക്ഷേ ഒറ്റൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, എൻട്രി എടുക്കണം എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുക, സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് എടുക്കുക, റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ എയിം. അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. എൻട്രി കിട്ടാത്ത ദിവസം എടുക്കാതിരിക്കുക, കിട്ടുന്ന ദിവസം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ ജേണലിൽ ഈ ജേണലിൽ നോക്കിയാൽ ഇപ്പോൾ ഇതെന്തോ പറഞ്ഞ് ചെയ്യിച്ച മാതിരിയുണ്ട്. കാരണം ഒരു SL ടാർഗറ്റ് ഇത് ശരിക്കും ഇങ്ങനെ ഒന്നല്ല പേര്. ഒരു എന്താ പറയുക, ഒരു സാമ്പിൾ സ്പേസിൽ ഇപ്പോൾ ഒരു ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചാൽ 1:5 റിസ്ക് റിവാർഡുള്ളതാണ്. 1:5 ഒക്കെ റിസ്ക് റിവാർഡ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡാണ്. ആ റിസ്ക് റിവാർഡ് എടുക്കുന്ന സമയത്ത് ഒരു 10 ട്രേഡ് എടുത്താൽ അതിൻ്റെ അകത്ത് ഒരു 2-3 ഒക്കെ ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരു വിന്നിങ് സ്ട്രീക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിന്നിങ് സ്ട്രീക്കാണ്. ഇതേപോലെ ട്രേഡിങ്ങിൽ ലോസിങ് സ്ട്രീക്ക് ഉണ്ടാവും, ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള സമയം ഉണ്ടാവും. അപ്പം പല ടൈമിലും പല രീതിയിലായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക. അപ്പം ഇങ്ങനെ പ്രോഫിറ്റ് ഉള്ള സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോവുക. അതേമാതിരി ലോസ് വരുന്ന സമയത്തും അടുപ്പിച്ച് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓവർ ലോസിലേക്കും കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ട് ആ ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ബ്രേക്ക് ഈവണായി വലിയ പ്രോഫിറ്റും ലോസും ഇല്ലാത്ത രീതിയിൽ പോകുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അപ്പം അങ്ങനെ എല്ലാ സമയത്തും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ പ്രോഫിറ്റിൽ എത്തായും. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ പ്രോഫിറ്റാണിത് 3300. അപ്പം അങ്ങനെ ഓവറോൾ നമുക്ക് അങ്ങനെ പ്രോഫിറ്റിൽ പോകാൻ കഴിയും എല്ലാ സമയത്തും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 ദിവസം ഇന്ന് 8ാം ദിവസമാണ്, Day 8 ആണ്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾക്ക് കണ്ടിട്ട് എന്തൊക്കെയാണ് ചലഞ്ചിനെ പറ്റി തോന്നുന്നതെന്നുള്ളതും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാരണം എനിക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.